ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുൻ കോൺഗ്രസ് നേതാവ് എ.വി. ഗോപിനാഥ് പാലക്കാട് ബി.ജെ.പി. സംഘടിപ്പിച്ച പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിലേക്കാണ് എ.വി. ഗോപിനാഥ് എത്തിയത്. നേരത്തെ കോൺഗ്രസ് വിട്ട എ.വി. ഗോപിനാഥ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, മുൻപ് കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയ നേതാവാണ് എ.വി. ഗോപിനാഥ്. എ.വി. ഗോപിനാഥ് ഇപ്പോൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അല്പസമയത്തിനകം ജെ.പി. നദ്ദ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഏതായാലും ആ പരിപാടിയിലേക്ക് നേരത്തെ തന്നെ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ എ.വി. ഗോപിനാഥ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എ.വി. ഗോപിനാഥിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ എ.വി. ഗോപിനാഥ് പാലക്കാട്ടെ വലിയ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് മുഴുവൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. പെട്ടെന്നാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് പോരിനെതിരെയൊക്കെ നിശിതമായ വിമർശനം ഉയർത്തുകയൊക്കെ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് CPM-മായി അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നവകേരള സദസ്സിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വാനാളം പുകഴ്ത്തിക്കൊണ്ട് എ.വി. ഗോപിനാഥ് രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ എ.വി. ഗോപിനാഥ് ബി.ജെ.പിയുടെ പരിപാടിയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ബി.ജെ.പി. സംഘടിപ്പിച്ചിട്ടുള്ള ജെ.പി. നദ്ദയും പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച ആ പരിപാടിയിലേക്കാണ് എ.വി. ഗോപിനാഥ് എത്തിയിരിക്കുന്നത്. ഏതായാലും എ.വി. ഗോപിനാഥ് പറയുന്നത് താനൊരു കർഷകരുടെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു വ്യവസായി എന്ന തരത്തിലാണ് ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എ.വി. ഗോപിനാഥ് പറയുന്നത്. റെയിൽവേ ഡിവിഷൻ വിഭജനം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, കർഷക പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രമന്ത്രിയുമായി അധ്യക്ഷനായ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ.പി. നദ്ദയുമായി സംസാരിക്കാനുണ്ട്. ഒപ്പം തന്നെ വികസനത്തിന് താൻ എപ്പോഴും കൂടെ നിൽക്കും, അതിൽ രാഷ്ട്രീയമില്ല, വികസന കാര്യങ്ങൾക്ക് താൻ രാഷ്ട്രീയം മറന്ന് നിൽക്കും എന്നുള്ളതാണ്. ഏതായാലും ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ പാലക്കാട് വരുന്നത് വലിയ പാലക്കാടിന്റെ വികസനത്തിന് വലിയ മാറ്റം ഉണ്ടാവും, വലിയ വികസനം പാലക്കാട്ടേക്ക് എത്തും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും എ.വി. ഗോപിനാഥ് ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ വലിയ ആകാംക്ഷയോടുകൂടിയാണ് കാണുന്നത്. കാരണം പാലക്കാട് അത്രയും കോൺഗ്രസിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ്. ഏതായാലും ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത്.